നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ഈ വഴിക്ക് വരുത്തരുതെന്ന്, അല്ലേടാ? ചേട്ടാ, എനിക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്താ. ഒരാഴ്ച പ്ലീസ്. ഇനി നീ കാശ് തരണ്ടടാ. നിന്റെ ഭർത്താവേ, ഈ പൊന്നുമോൻ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചടക്കാൻ ഞാൻ കുറെ അവധി കൊടുത്തതാ. 5 പൈസ പോലും തിരിച്ചു തന്നിട്ട് പിടക്കലടി. കൈയെടുക്കടാ, കൈയെടുക്കടാ തെറ്റ്. എന്താ പ്രശ്നം? കാശ് കൊടുക്കണ്ടവർക്ക് ബ്ലേഡുകാരാ, റൊട്ടേഷനാ. അപ്പോ അവരെന്നും വരില്ലേ? വരും, പൂർവാധികം ശക്തിയോടെ വരും. എന്താ പറ്റി എൻ്റെ അളിയന്? അളിയൻ മൊത്തം കടത്തിലാണെന്ന് തോന്നൂടാ. എൻ്റെ അളിയൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശ്വാസം, ആ മനുവിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഓൻ്റെ കാര്യത്തിൽ ഇത്രയും പെട്ടെന്നൊരു തീരുമാനമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലേലും മനു എനിക്കൊരു ശല്യമൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഓൻ എനിക്കൊരു തമാശ മാത്രമായിരുന്നു. പിന്നെ ഗിരി സുജിത്തിലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ ഓൻ പേടുമെന്ന്. എന്നാലും ഓളെന്താണ് എന്നെ ഇഷ്ടപ്പെടാതെ? അതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. ചിലർക്ക് ഒരിക്കലും ഇഷ്ടാവില്ലല്ലേ? എന്നാലും നമ്മുടെ ഷാജാൻ്റെ ഒരു വിവരമില്ലല്ലോ. ആരോട്? അളിയൻ പാവാടാ. എടീ, എനിക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കൂടി. നിനക്ക് ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ഇറക്കി പോടി. ഓ പിന്നെ 100 പവന്റെ പൊന്നല്ലേ നിന്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തന്ന്. എടി 3 പോലത്തെ മാലല്ലേ നീ കൊണ്ടുവന്ന്. ആ പൈസക്ക് എന്റെ ക്യാമറയുടെ ലെൻസ് പോലും മേടിക്കാൻ പറ്റൂല. അത് ഞാനങ്ങ് വിറ്റു കേട്ടാ. നിന്റെ ചൊറിഞ്ഞ വർത്താനം കാരണം എന്റെ ക്യാമറ പോലെ ഞാൻ തല്ലിപ്പൊട്ടിച്ചു. തോട്ടങ്ങി മോങ്ങാൻ. എടി, നിന്റെ അടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലടി കാത്തിരിക്കാൻ. എന്റെ ജീവിതം നശിപ്പിച്ച് കിടന്ന് മോങ്ങുന്നോടി. അച്ഛനും അമ്മനെ വേറൊരാൾക്ക് കെട്ടിച്ചെടുക്കുന്നു പറഞ്ഞോണ്ടല്ലേ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. ഓ ഇഷ്ടത്ര. നീ ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാൻ തന്നിട്ടുള്ളൂ. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നു തന്നെയാ. എനിക്ക് സഹിക്കൂല. പ്ലീസ്. എന്താട്ടാ പ്രശ്നം? ഞങ്ങളൊന്നും ഇങ്ങനെയാ, നല്ല പൊരിഞ്ഞടിയാ. അല്ല, നിങ്ങൾ പ്രേമിച്ചതിലാണ് ചോദിച്ചല്ലേ? അതൊക്കെ അതെ. അന്ന് മുതലാ ഞാൻ നശിച്ചു തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഒരേ ഒരു അബദ്ധം ഇവളായിട്ടുള്ള ഒളിച്ചോട്ടം. എന്നൊക്കെ കുറെ കടമുണ്ടോ. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ കാശും കടം മേടിച്ച് വലിയ കടക്കാരനായി. അന്ന് മലബാർ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം ഞാൻ അവളുടെ പുറകെ നടക്കുമ്പോൾ എന്ത് ജാടയായിരുന്നു അറിയാമോ. ഞാൻ വിചാരിച്ച് ഈ ജന്മം അവളെന്നെ ഇഷ്ടപ്പെടില്ല.
ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് മാറി. ഓക്കെന്നോട് ഭയങ്കര പ്രേമം. ഇത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല. മിക്കവാറും പ്രേമിച്ച് കല്യാണം കഴിച്ച എല്ലാവരും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏത് നിമിഷം ഇടുന്ന് ഇറങ്ങേണ്ടി വരുള്ളൂ. 5-8 മാസമായി വാടക കൊടുത്തിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ. ഇനി മുന്നോട്ട് പോകാൻ വയ്യടൂ. ചേട്ടാ അങ്ങനെയും ചിന്തിക്കല്ലേ. അമ്മയ്ക്കാരും വേണ്ടി വരില്ല. എന്നെ ആരെങ്കിലും തല്ലി കൊല്ലും. കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമമൊക്കെ ഉണ്ടെങ്കിലേ അത് അവിടെ തീർത്തേക്കണം. പുറത്തേക്ക് കൊണ്ടുവരാൻ നിന്ന എൻ്റെ ജീവിതം പോലെ കട്ട പോകുകയാവും. മനസ്സിലായ? പ്രേമം മണ്ണാൻ കേട്ട. നീയല്ലേ പറഞ്ഞ നിന്റെ അളിയനും പെങ്ങളോട് അടിച്ചു പൊളിക്കാന്ന്? നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഏതായാലും ഞാനിവിടെ വന്നത് നന്നായി. തിരിഞ്ഞിട്ട് എടി ഹൃദയം അങ്ങനെയല്ല, ഇങ്ങനെ കൈവയ്ക്ക്. സ്വപ്ന, സ്വപ്ന ഒന്ന് നിക്ക്. സ്വപ്ന ഒന്ന് നിക്കടോ. താ പേടിക്കണ്ടടോ, എനിക്കിപ്പം നിന്നെ ഇഷ്ടല്ല. സംശയിക്കണ്ട, ഞാൻ തന്നെയാ. നല്ല ഇഷ്ടത്തോടെ പറയാ, എനിക്കിപ്പോ തന്നെ ഇഷ്ടല്ല. താനൊന്ന് മിണ്ടോ, ഒന്ന് ചിരിക്കോ? നാളെ കൂടിയല്ലേ ക്ലാസ് ഉള്ളൂ. നമ്മൾ തമ്മിലിങ്ങനെ വെറുത്ത് പിരിയണ്ടല്ലോ. എടോ തന്നെ എനിക്കിപ്പോ ഇഷ്ടല്ല. സന്തോഷമല്ലോ. ഇഷ്ടല്ലെന്ന് കരുതി എനിക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല കേട്ടോ. തനിക്കും എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് എന്താ എന്നെ ഇഷ്ടാവാതിരുന്നേ? താൻ പ്രണയത്തെ എന്തെങ്ങനെ വെറുക്കുന്നേ? ഏയ് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ജെപിക്ക് എന്നെ പറ്റി എന്തറിയാം? ഒരു പ്രണയം കാരണം എല്ലാം നഷ്ടമായി പോയോളാ ഞാൻ. അനാഥയായി പോയോളാ ഞാൻ. സ്വപ്നാരെ പ്രണയിച്ച് ഞാനല്ല, എൻ്റെ ചേച്ചി. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ചേച്ചി ഒരാളുമായിട്ട് പ്രണയത്തിലായി. പഠനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു ജോലിക്കും ശ്രമിക്കാതെ ഒഴിപ്പി നടക്കുന്ന ഒരാളായിരുന്നു അയാൾ. അയാളുമായിട്ടുള്ള ബന്ധം ചേച്ചിയുടെ പഠനത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ചേച്ചിയെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കാനായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്താടി നീ വിചാരിച്ചേ? ഓനുമായിട്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി എങ്ങാനും ഓനുമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാ അടിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ. മതിയാക്ക്. ഏത് തരം ഒരു കാര്യം തന്നെ പറയണ്ട. ഒറ്റൊരാൾ കാരണം ഇവിടെ ഇതെല്ലാം ഉണ്ടാവുന്നു. നിനക്കും കൂടെ ബാധകായത്. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. വീട്ടിലെ എതിർപ്പ് കൂടിയപ്പോൾ ഒരു ദിവസം ചേച്ചി ആരോടും പറയാതെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അച്ഛൻ്റെ പരാതി പ്രകാരം പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കി. നീ ഇല്ലാണ്ട് അമ്മ വീട്ടിൽ പോവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓള് പോന്നേ പോട്ടെ. നീ വീട്ടിലേക്ക് വരാതെ അമ്മ ജീവിച്ചിരിക്കില്ല. നമ്മുടെ മോള് കരയല്ലേ? സാരമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, സമാധാനിക്കും. എടോ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. നന്ദേട്ടൻ ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നു. നമ്മുടെ മോളല്ലേ. നമുക്ക് ഇനിയൊരു മോളുണ്ട്. ഓക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം. നീ ചാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓള് നിന്നോ? നിന്നില്ലല്ലോ.
ആദ്യമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ ശരീരം കാണേണ്ടി വന്ന ചേച്ചിയുടെ മനോനില തെറ്റി. അതോടെ എൻ്റെ പഠനമൊക്കെ